ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരവസ്ഥയാണ് എന്ന് പറയാം. ശാന്തമായി സമാധാനത്തോടെ നമുക്കായിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. തിരക്കേറിയ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും ശാന്തമായി തന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനും തൻ്റെ ഉള്ളവസ്ഥയോട് സംസാരിക്കാനായും സാധിക്കുന്ന ശാന്തമായ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായി പലതരം മെഡിറ്റേഷൻ പ്രാക്ടീസസ് നമ്മൾ അനുദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ യാത്രയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ മുന്നോടിയായി തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളും ആ തിരിച്ചറിവുകൾക്ക് ഒടുവിൽ ചില തിരുത്തലുകളും നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമെന്നോണം നമ്മൾ എന്താണ് എന്നുള്ള തിരിച്ചറിവ് ആണ് പ്രാധാന്യം. ആക്സെപ്റ്റിംഗ് യുവർ എക്സിസ്റ്റൻസ്, നിങ്ങളെ നിങ്ങളായി സ്വീകരിക്കുകയും നിങ്ങളുടെ നിലനിൽപ്പിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അതിനർത്ഥം. വി ഓൾ ആർ കൺസിഡേർഡ് ആസ് എ സ്പിരിച്വൽ ബീയിങ്സ് കമ്മിങ് ടു എർത്ത് to experience human life, but currently we live like complete human and we are searching for our spiritual being. മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇന്നർ സെൽഫിനെ കണ്ടുപിടിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തെ, ആ ഒരു പ്രാണശക്തിയെ തിരിച്ചറിയുക എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിൽ 2 വേർഷൻസിനെ പറ്റി ഇവിടെ കാണാം. ഒന്ന് ഹ്യൂമൻ വേർഷൻ, മറ്റൊന്ന് സ്പിരിച്വൽ വേർഷൻ. ഭൂമിയിൽ മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ശരീരം അത് അത്യാവശ്യമാണ്, ഒരു ടെമ്പററി ഷെൽട്ടർ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ഭൗതിക ശരീരമാണ്, ഫിസിക്കൽ ബോഡി. രണ്ടാമതായി സ്പിരിച്വൽ ബീയിങ്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, വാട്ട് ഈസ് ആക്ച്വലി സ്പിരിറ്റ്? ദാറ്റ്സ് ദ റിയൽ യു. ഈ 2 കാര്യങ്ങൾക്കും മധ്യത്തിൽ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്പിരിച്വൽ ബീയിങ് അഥവാ മൈൻഡ്. ഇറ്റ്സ് ആക്ട് ആസ് എ ബ്രിഡ്ജ്. ഭൗതിക ശരീരത്തിനും ആത്മീയ ശരീരത്തിനും തമ്മിലുള്ള ഒരു പാലമായി മനസ്സ് പ്രവർത്തിക്കുന്നു. ഈ പാലത്തിൻ്റെ ഉറപ്പിനനുസരിച്ച് ശരീരത്തിൽ നിന്നും ആത്മാവിലേക്കും ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കുള്ള യാത്ര സുഗമമാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യജീവിതം അത് വളരെ സ്മൂത്തായി മുന്നോട്ട് പോകണമെങ്കിൽ we must maintain a harmony between body, mind and soul. ഇവ 3 തമ്മിൽ ഒരു കണക്ഷൻ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തിരിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു യാത്രയിൽ നമ്മൾ 3 തലങ്ങളെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഭൗതിക തലത്തെ പറ്റി അഥവാ ഫിസിക്കൽ ബോഡിയെ പറ്റിയാണ്. ആദ്യം തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിന് അതിൻ്റെ ഘടനയെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. പഞ്ചഭൂതങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകും. 5 എലമെൻറ്റ്സ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം അഥവാ ശൂന്യത, സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം. എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ്. ആൻഡ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി കൃത്യമായ രീതിയിൽ ഫിസിക്കൽ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഫിസിക്കൽ എനർജി റേസ് ചെയ്യാനായിട്ട് സാധിക്കും.
അതിലൊന്നാമത്തെ കാര്യം എങ്ങനെയാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ ഇതാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയും നമ്മുടെ ശരീരവുമായി എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? We can understand our physical body at cellular level. Cells of the body made of elements that originally come from earth. Like we know the elements in our body. That means minerals, calcium, magnesium, iron, zinc, potassium, sodium. Everything in our body have a chemical formula. It contains elements, and it's actually come from earth element. Everything in this earth, ഈ ഭൂമിയിലെ എല്ലാം മൂലകങ്ങളാണ് എന്ന് നമുക്ക് അറിയാം. And this elements we get from our food. The sequence is soil, plant, food, blood to cells. മണ്ണിൽ നിന്നും അവ പ്ലാന്റ്സ് വഴി ഭക്ഷണത്തിലൂടെ നമ്മൾ എടുക്കുകയും അവ ദഹനത്തിന് ശേഷം കൃത്യമായ അബ്സോർപ്ഷൻ വഴി നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുകയും അത് നമ്മുടെ കോശങ്ങളിൽ യഥാസമയം എത്തുകയും ചെയ്യുന്നു. രണ്ടാമതായി വാട്ടർ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആയിക്കോട്ടെ, ലിംഫതെറ്റിക് സിസ്റ്റം അഥവാ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയിലായിക്കോട്ടെ, ദഹന പ്രക്രിയയിലായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ജലം ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 70% വാട്ടറാണ് എന്നുള്ള കാര്യം നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി പ്രോബ്ലംസ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു വാട്ടർ കണ്ടൻറ്റിന് സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും പ്രായമുണ്ട് എന്നുള്ളതാണ്. ഭൂമി എപ്പോഴാണോ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജലാംശം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായി അഗ്നി അഥവാ ഫയർ. ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം ദഹിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ദഹിക്കുക അഥവാ കത്തിക്കുക എന്നൊക്കെ നമുക്ക് അതിനെ പറയാം അല്ലേ. അഗ്നിയുടെ സാന്നിധ്യമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മുടെ ശരീരത്തിലെ അഗ്നി അഥവാ ഡൈജസ്റ്റീവ് ഫയർ, സ്റ്റൊമക് ആസിഡ്, HCl എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ഭാഷയിൽ അതിനെ ജഡ അഗ്നി, ജഠരാഗ്നി എന്നൊക്കെ പറയാം. ഈ ജഡ അഗ്നി നമ്മുടെ ഭക്ഷണത്തെ എനർജിയായി മാറ്റുന്നു. ജഡ അഗ്നി അതിൻ്റെ ആക്ടിവേഷൻ കുറയുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഇഷ്യൂസ് വരികയും ഫ്ലോട്ടിംഗ് ഉണ്ടാവുകയും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇവ നമ്മുടെ സൂര്യോദയത്തോടും സൂര്യാസ്തമയത്തോടും ഏറെയധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യോദയത്തോടു കൂടി ജഡയഗ്നി ആക്ടിവേറ്റഡ് ആകുന്നു എന്നും അസ്തമയത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഉദരവും ഉദര സംബന്ധമായ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്നത്. അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങൾ: 1. മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്, സ്ലോ ആൻഡ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ബ്രീത്ത് വർക്ക് ബിഫോർ മീൽ, ഫൈബർ റിച്ച് ഫുഡ്, മെയിൻറ്റെയിൻ ഹെൽത്തി മൈക്രോബയോട്ട, സ്ട്രെസ് കൺട്രോൾ, ഫോളോ ബയോളജിക്കൽ ക്ലോക്ക്, maintain proper gap between meals and water intake. And the fourth element, breathe.
ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിലായിരിക്കുന്നു. പ്രാണൻ അത് ശ്വാസത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. വ്യത്യസ്ത തരമായിട്ടുള്ള ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനും നമ്മുടെ ശരീരത്തെ ഏറ്റവും അധികം റിലാക്സായി കാം ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന വായു തന്നെയാകുന്നു നമ്മുടെ ശരീരത്തിനുള്ളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യത്യസ്ത തരം ബ്രീത്തിങ് എക്സസൈസിനെ പറ്റി പറയുമ്പോൾ പ്രാണായാമ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നും നമുക്ക് കാണാം. അതേസമയം ബോക്സ് ബ്രീത്തിങ് അഥവാ സ്ക്വയർ ബ്രീത്തിങ് നമ്മുടെ ഹാർട്ട്, ലങ്സ് എന്നിവയെ എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു റിലാക്സേഷൻ ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അഥവാ ബെല്ലി ബ്രീത്തിങ് നമ്മുടെ ശരീരത്തിൽ ഓവറോൾ ഓക്സിജൻ സപ്ലൈ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഉജ്ജയ് അഥവാ ഓഷ്യൻ ബ്രീത്തിങ്, ഉജ്ജയ് പ്രാണായാമ അഥവാ ഓഷ്യൻ ബ്രീത്ത് നമ്മളെ ആഴത്തിൽ ഡീപ്പായി റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അവസാനമായി സ്പേസ്, ശൂന്യത. ഇവിടെ മെയിനായിട്ട് പറയുന്നത് വിശ്രമം. 2 തരത്തിലുള്ള വിശ്രമത്തെ പറ്റി പറയുന്നു. ഒന്ന് കോൺഷ്യസ് സ്ലീപ്പ്, രണ്ടാമത്തത് ഡീപ്പ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് സാധാരണയായി നമുക്ക് കൊടുക്കുന്ന ആ ഒരു ഡീപ്പ് സ്ലീപ്പ് 6 to 8 hours ഉറക്കം, ദീർഘമായ ഉറക്കം. അടുത്തത് മെഡിറ്റേഷൻ അഥവാ സൈലൻസ്. ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്.